ഹലോ ഫേരീസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഗൈസ്. എനിക്ക് ചെറുതായിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ടിന് ചെറിയ മാറ്റം ഉണ്ടാവും, ക്ഷമിക്കണം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞങ്ങളൊരു വഴിക്ക് പോയതായിരുന്നു. പോയി വരുമ്പോൾ ചായ കുടിക്കാൻ ഒരു കടയിൽ ഇറങ്ങിയപ്പോൾ കണ്ടൊരു സംഭവമാണ് കേട്ടോ. ചായ അവിടെ നിന്ന് ഇരുന്ന് കുടിക്കുകയാണെങ്കിൽ എൻ്റെ കണ്ണ് മുഴുവൻ അങ്ങോട്ടായിരുന്നു. അങ്ങനെ ചായ കുടിച്ച് കഴിയേണ്ട താമസം വേഗം ഓടിപ്പോയിട്ട് ഫ്ലവേഴ്സ് പറിക്കാൻ നോക്കിയപ്പോൾ ഗൈസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കട്ട് ചെയ്യണം, എന്തെങ്കിലും കൊണ്ട് കട്ട് ചെയ്യാതെ ആ ഒരു സംഭവം എനിക്ക് പറിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആ ഒരു ഫ്ലവർ മാത്രമേ എനിക്ക് ഈസി ആയിട്ട് പറിക്കാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ അത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു. അവസാനം ഹസ്ബൻഡിന് മനസ്സിലായി ഇത് പെട്ടെന്നൊന്നും കിട്ടണ മട്ടില്ല എന്ന്. അതുകൊണ്ട് ഹസ്ബൻഡ് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തു. കട്ട് ചെയ്യാനൊരു സാധനം ഇല്ലായിരുന്നു. ആ ചുമരിലിട്ടിട്ട് അരച്ചിട്ടായിരുന്നു പറിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഒരുപാട് പറിക്കണം എന്നുണ്ടായിരുന്നു, കൈ നിറച്ചും പറിക്കണം എന്നുണ്ടായിരുന്നു. കാരണം അത് വെറുതെ അവിടെ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് കൈ നിറച്ച് പറിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ പറിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ആ ഒരു ആഗ്രഹം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് കിട്ടിയതും കൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് ഗൈസ്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത്, നല്ല അടുത്തല്ല, ആ ഒരു പരിസരത്തായിട്ടുള്ള ഒരു പാടാണ്. നെൽകൃഷിയാണ്. നെല്ലൊക്കെ നെല്ലൊക്കെ കൊയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട്. അതവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടില്ല. ആദ്യം ഞാൻ വേസ്റ്റ് ആണെന്ന് വിചാരിച്ചു, പിന്നെ നല്ല നോക്കിയപ്പോൾ മനസ്സിലായി നെല്ല് കൊയ്തിട്ട് അത് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പാടത്തെ വ്യൂ. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. സൺസെറ്റൊക്കെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നും ഇരുന്നും കുറച്ച് ഫോട്ടോസ് എൻ്റെയും മോൻ്റെയും ഒക്കെ എടുത്തിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടായിരുന്നു നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയത്. എന്തൊരു ചങ്ങായിയാണിത്. മൂപ്പര് കുറച്ച് ഫോട്ടോസും വീഡിയോസും കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് കഷ്ടപ്പെട്ടുട്ടാ. മൂപ്പര് അവിടെയുള്ള പാടത്തുള്ള ആ കെട്ടൊക്കെ എന്താ സംഭവം, ആ നെല്ലൊക്കെ കൊയ്ത് വെച്ച് കണ്ടിട്ട് അതൊക്കെ എടുക്കാനൊക്കെ നല്ല പൂതിയുണ്ട്. പിന്നെ എങ്ങനെയൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ഗൈസ്, ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അതിലുള്ള ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസൊക്കെ കൊഴിഞ്ഞു പോയി. കുറേയൊക്കെ കഷ്ടപ്പെട്ട് വെളിച്ചം കൊണ്ടുവന്നതിന് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഹസ്ബൻഡ് ഉണ്ടാക്കിയ ഒരു ഫ്ലവർ വേസാണ് കേട്ടോ. കൊറോണ ടൈമിൽ, ആ ടൈമിൽ പണിയൊന്നും ഇല്ലായിരുന്നല്ലോ, അപ്പോൾ ഉണ്ടാക്കിയ ഫ്ലവർ വേസാണിത്. ആ ഫ്ലവർ വേസിലേക്ക് നമ്മൾ ഇതിട്ടിരിക്കുകയാണ്. പിന്നെ ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.